പ്രകൃതി സൗന്ദര്യത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും സമ്മേളിക്കുന്ന മാംഗോ മെഡോസിലെത്തിയാൽ വാഹനം പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് പ്രധാന പ്രവേശന കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. പ്രവേശന കവാടത്തിലൂടെ അല്പദൂരം ഉള്ളിലേക്ക് നടക്കുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിലെത്തും. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും 400 രൂപയും മറ്റു ദിവസങ്ങളിൽ 350 രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പ്രവേശിച്ചാൽ ആദ്യം സന്ദർശകർക്കുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഈ ക്ലാസ്സിൽ വെച്ച് മാംഗോ മെഡോസ് എന്താണെന്ന് പരിചയപ്പെടുത്തുകയും ഒരു ഗൈഡിനെ നമുക്ക് അലോട്ട് ചെയ്യുകയും ചെയ്യും. തുടർന്നുള്ള മാംഗോ മെഡോസിലെ സന്ദർശനത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ പാർക്കിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ഗൈഡ് നമ്മുടെ കൂടെയുണ്ടാവും. പാർക്കിനുള്ളിൽ പ്രവേശിച്ച ഞങ്ങൾ ആദ്യം കാണുന്നത് ഒരു മോഡൽ തേയിലത്തോട്ടമാണ്. ചെറിയൊരു ഭാഗത്ത് ഒരു മാതൃകാ തേയിലത്തോട്ടം നിർമ്മിച്ച് പരിപാലിച്ചിരിക്കുന്നത് കാണാം. തുടർന്ന് ഇവിടുത്തെ വലിയ മത്സ്യക്കുളവും അതുമായി ബന്ധപ്പെട്ട നിർമ്മിതികളുമാണ് ഞങ്ങൾ സന്ദർശിച്ചത്. ഇവിടെ മീനൂട്ടൊരു പുണ്യപ്രവൃത്തിയായി കണക്കാക്കുന്നു. ഇന്നും പല ക്ഷേത്രങ്ങളിലും പള്ളികളിലും നിലനിൽക്കുന്ന മീനൂട്ട് പാപത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. ശ്രീകൃഷ്ണൻ്റെ അവതാരങ്ങളിലൊന്നായ മത്സ്യം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഐതിഹ്യങ്ങളും പുരാണ പശ്ചാത്തലങ്ങളും ഗൈഡ് വിശദീകരിക്കുന്നു. മത്സ്യക്കുളത്തിൻ്റെ നടുവുഭാഗത്തേക്ക് എത്തിച്ചേരുന്നതിനായി ഇരുമ്പ് കേടറുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങളും അതിൻ്റെ വശങ്ങളിലായി ഇരിപ്പിടങ്ങളും മത്സ്യക്കുളത്തെ ആകർഷകമാക്കുന്നു. കോട്ടയത്തെ കടുത്തുരുത്തിക്ക് സമീപം ആയാങ്കുടിയിലാണ് മാംഗോ മെഡോസ് സ്ഥിതി ചെയ്യുന്നത്. NK കുര്യൻ എന്ന വ്യവസായി 120 കോടി രൂപയോളം ചിലവഴിച്ച് 14 വർഷം കൊണ്ടാണ് സസ്യങ്ങളും മരങ്ങളും നട്ടുപിടിപ്പിച്ച് മത്സ്യക്കുളങ്ങളും മറ്റ് നിർമ്മിതികളും ഒരുക്കി പാർക്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ വിധമാണ് ഈ പാർക്കിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 30 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർഷിക തീം പാർക്കാണ് മാംഗോ മെഡോസ്. 4500-ലധികം ഇനം സസ്യങ്ങളും മരങ്ങളും ഇവിടെയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പ്രദേശം കൂടിയാണ് ഈ മാംഗോ മെഡോസ്. ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന വൈവിധ്യമാർന്ന സസ്യലോകം ഗൈഡ് ഞങ്ങളെ പരിചയപ്പെടുത്തി തുടങ്ങി. വൈവിധ്യമാർന്ന പല സസ്യജനുസുകളും അപരിചിതമായിരുന്നു. 4800ഓളം സസ്യജനുസുകളും 700 വൃക്ഷ ഇനങ്ങളും 146 ഇനം പച്ചക്കറികളും 101 ഇനം മാവുകളും 21 ഇനം പ്ലാവുകളും 39 തരം വാഴകളും 25 ഇനം വളർത്തു പക്ഷി മൃഗാദികളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. നീലക്കൊടുവേലി മുതൽ കൃഷ്ണനാൽ വരെ 1000-ലേറെ ഇനം അപൂർവ മരങ്ങൾ ഇവിടെയുണ്ട്. ലോകത്ത് മറ്റെവിടെ പോയാലും ഇവയെല്ലാം ഒരുമിച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. മാംഗോ മെഡോസിൽ എത്തിച്ചേരുന്ന സന്ദർശകർക്ക് ആവശ്യമെങ്കിൽ
കുടുംബസമേതം താമസിക്കാൻ അനുയോജ്യമായ വിവിധ കോട്ടേജുകളും ഇവിടെയുണ്ട്. ഗുഹയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന കേവ് കോട്ടേജാണ് ഏറ്റവും ശ്രദ്ധേയം. ട്രീ ഹൗസ് അല്ലെങ്കിൽ ഏറുമാടൻ കോട്ടേജ്, ഫാം കോട്ടേജ്, പ്രീമിയം കോട്ടേജ്, അതുപോലെ തന്നെ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന വിധമുള്ള കൂട്ടുകുടുംബം കോട്ടേജ് തുടങ്ങിയവ ഇവിടെ വാടകയ്ക്ക് നൽകുന്നുണ്ട്. പ്രണയിക്കുന്നവർക്കായി ഒരു പ്രത്യേക ഇടം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. വാലന്റൈൻസ് ഗാർഡൻ. ഇവിടെ ഇരുന്ന് പ്രണയിക്കുന്നവരെ ശല്യപ്പെടുത്തരുത് എന്ന നിർദ്ദേശവും എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വൃക്ഷങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്തതുപോലെ നിൽക്കുന്ന സ്റ്റാച്യു വളരെ ശ്രദ്ധേയമാണ്. മുന്നോട്ട് നടക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിന് മുന്നിലിരുന്ന് ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുന്ന സ്റ്റാച്യുവും ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയിലെ കഥാപാത്രങ്ങളും നൂറ്റാണ്ടുകൾ മുൻപുള്ള ചരിത്ര പുസ്തക താളുകളിലേക്ക് നമ്മുടെ ചിന്തകളെ കൂട്ടിക്കൊണ്ടുപോകും. വൃക്ഷകന്യകയുടെ പ്രതിമയും ഇവിടുത്തെ ശ്രദ്ധേയമായ ഒരു നിർമ്മിതി തന്നെ. നക്ഷത്ര ജംഗ്ഷനിൽ നിന്ന് തിരിയുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഓടക്കുഴൽ കലാകാരനെയാണ്. മാംഗോ മെഡോസിൽ ഒരു കയർ നിർമ്മാണ കേന്ദ്രം കൂടിയുണ്ട്. കയർ ഉണ്ടാക്കുന്ന രീതി ഇവിടെ നിന്നും നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പോട്ടേഴ്സ് വീൽ അഥവാ കുശവന്റെ ചക്രം. കളിമണ്ണിൽ നിന്ന് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഈ ചക്രം ചരിത്രത്തിൽ മാനവരാശിയുടെ പുരോഗതിയുടെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. മുട്ടക്കോഴിയും കരിങ്കോഴിയും താറാവും വാത്തയും കുട്ടനാടൻ താറാവും പ്രാവും മുയലുകളും ഇമുപക്ഷിയും വിവിധ കൂടുകളിലായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
പശു ഫാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പശുക്കളുടെ ചില പ്രതിമകൾ കാണാം. ഫാമിൽ വെച്ചൂർ പശുവും കാസർഗോഡ് കുള്ളനും ജേഴ്സി പശുവും വണ്ടിക്കാളയും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീബുദ്ധൻ ഭിക്ഷ യാചിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്ന പാത്രം ഈ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ പുറന്തോടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിളിൻ്റെ തുറന്ന സ്റ്റാച്യു ഇതിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഹൈടെക് അക്വേറിയം പലതരം മത്സ്യങ്ങളെ വളരെയടുത്ത് കാണുന്നതിനും അവസരമൊരുക്കുന്നു. ഏദൻ ഗാർഡൻ അഥവാ ഏദൻ തോട്ടം എന്ന പേരിൽ ഒരു ഭാഗം പ്രത്യേകമായി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 174 ഇനം ഭക്ഷ്യയോഗ്യമായ ഫലവൃക്ഷങ്ങൾ ഇവിടെ പരിപാലിച്ചിരിക്കുന്നു. വെൽബറ്റ് ആപ്പിൾ, എലിഫന്റ് ആപ്പിൾ, മാംഗോസ്റ്റിൻ, അവക്കാഡോ, ലിച്ചി തുടങ്ങി നിരവധി ഫലവൃക്ഷങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നു. അക്കി ഫ്രൂട്ട് പ്ലാന്റ് ഇവിടെയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഒരു പഴം കഴിക്കുന്നത് 4 പെക്ക് കഴിക്കുന്നതിന് തുല്യമാണ് എന്നതാണ്. ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ മാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വായുടെയും ഒരു സ്റ്റാച്യു ഇവിടെ കാണാം. മാംഗോ മെഡോസിനുള്ളിൽ ഒരു നിസ്കാരപ്പള്ളിയുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിസ്കരിക്കാൻ 2 പ്രത്യേക ഭാഗങ്ങളായി ഇവിടെ തിരിച്ചിട്ടുമുണ്ട്. കാവും കുളവും എന്ന തീം നിർമ്മിച്ചിരിക്കുന്നതാണിത്. ഈ പ്രവേശന കവാടത്തിലൂടെ പ്രവേശിച്ച് അമ്പലക്കുളത്തിലെത്താം. ഇതിനോട് ചേർന്ന് ഒരു തുളസിത്തറയും നിർമ്മിച്ചിട്ടുണ്ട്. പഴയ രീതിയിലുള്ള ഒരു സർപ്പക്കാവും ഇതിനടുത്തുണ്ട്. ദശപുഷ്പങ്ങൾ നട്ട് പരിപാലിക്കുന്നിടത്ത് ദശപുഷ്പങ്ങളും അവയുടെ ദേവതകളും ഏതാണെന്ന് കൃത്യമായി എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പരശുരാമ പ്രതിമയും സ്ഥിതി ചെയ്യുന്നത് മാംഗോ മെഡോസിലാണ്. വളരെ പ്രസിദ്ധമായ ഒരു സ്റ്റാച്യു കൂടിയാണിത്. ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികളെ ആകർഷിക്കുന്നതിനായി കുട്ടികളുടെ ഒരു കളിസ്ഥലം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ബാലരമയിലെ കഥാപാത്രങ്ങളും കുഞ്ഞു ഹൃദയങ്ങൾ കീഴടക്കുന്ന മറ്റു കഥാപാത്രങ്ങളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയുമൊക്കെ കാഴ്ചകൾ ഞങ്ങളെ പരിചയപ്പെടുത്തിയപ്പോഴേക്കും ഗൈഡിന് അനുവദിച്ചിരുന്ന സമയം ഏറെക്കുറെ അവസാനിച്ചു. ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസ് എടുത്ത ശേഷം ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനായി മുന്നോട്ട് നീങ്ങി. നീന്തൽ ഇഷ്ടപ്പെടുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു നീന്തൽക്കുളമുണ്ട്. തിരക്ക് കുറവുള്ള ദിവസമായതുകൊണ്ട് ഇവിടെ അധികം ആളുകളില്ല. ആദ്യം ഇവിടുത്തെ കടത്തുതോണിയിൽ കയറി ചെറിയൊരു യാത്ര, അതും ആദ്യം കണ്ട മത്സ്യക്കുളത്തിലൂടെ.
തോണിയേക്കാൾ അടിപൊളി കുട്ടവഞ്ചിയാണ്. കുട്ടവഞ്ചിയിൽ കയറിയാൽ പെട്ടത് തന്നെ. 360 ഡിഗ്രി വട്ടം കറങ്ങാൻ ഇതിലും നല്ല മാർഗം വേറെയില്ല. ഇതിൽ കയറിയ നമ്മുടെ ചങ്ങാതികൾ പെട്ടു എന്നല്ലാതെ എന്തു പറയാൻ. കുട്ടവഞ്ചിക്ക് ശേഷം ഫെഡൽ ബോട്ടിൽ ഒരു ശ്രമം നടത്തി. 4 പേർക്ക് ഇതിനുള്ളിൽ ഒരുമിച്ച് യാത്ര ചെയ്യാം. 2 പേർക്ക് കാലുകൊണ്ട് ചവിട്ടി ഫെഡൽ ബോട്ട് ഒരേ സമയം നിയന്ത്രിക്കുകയും ചെയ്യാം. ഒരു കുളത്തിന് മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന ശിവപ്രതിമയാണ് മറ്റൊരു ആകർഷണം. ശിവഗംഗ മുടിക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. മുപ്പത്തിരണ്ട് സന്ദർശകർക്ക് ഒരേ സമയം പാർക്കിലെ മുഴുവൻ കാഴ്ചകളും ചുറ്റിക്കണ്ട് ആസ്വദിക്കാവുന്ന ബാറ്ററിയിലോടുന്ന ട്രെയിനാണ് ഇവിടെ എത്തുന്ന യാത്രികരുടെ മനം കവരുന്നത്. ഇതുകൂടാതെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും സൈക്കിളുകളും വാടകയ്ക്കെടുത്ത് പാർക്കിനുള്ളിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ കാണാവുന്നതാണ്. ഇവിടുത്തെ വാച്ച് ടവറാണ് ഇനി സന്ദർശിക്കാനുള്ളത്. നിരവധി സ്റ്റെപ്പുകൾ വഴി മുകളിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. മുകളിലെത്തിയാൽ ഈ പ്രദേശം മുഴുവൻ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും. വാച്ച് ടവറിൽ നിന്ന് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കൊമ്പനാനയുടെ ഒരു സ്റ്റാച്ചു കൂടിയുണ്ട്. കൊമ്പനാനയുടെ ഒപ്പം നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷം സംതൃപ്തിയോടെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. മത്സ്യക്കുളം, മരക്കൂട്ടം, കൃഷിയിടം, കന്നുകാലി ഫാം, ബോട്ട് സവാരി, റോപ്പ്, റെസ്റ്റോറൻറ്റ്, റിസോർട്ട് എന്നിവയാണ് മാംഗോ മെഡോസ് എന്ന പാർക്കിൻ്റെ ഉള്ളടക്കം. ഗുഹാ കോട്ടേജ്, വാച്ച് ടവർ, നീന്തൽക്കുളം, ഫെഡൽ ബോട്ടിംഗ്, റോ ബോട്ടിംഗ്, കുട്ടവഞ്ചി തുടങ്ങിയവ ഇവിടുത്തെ മാത്രം പ്രത്യേകതകളാണ്.